അതായത് CCTV ദൃശ്യങ്ങൾ ഒരു മൂന്നാം കണ്ണായി വർത്തിച്ചത് നേരത്തെയും പൂർവ്വ വൈരാഗ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഈ കൊലയിലേക്ക് നയിച്ചത് എന്നതിനുള്ള തെളിവാണ്. ഈ കുട്ടിയുടെ കൈ പിടിച്ചു തിരിക്കാനടക്കം ശ്രമിച്ചത് കണ്ട ബന്ധുക്കളുണ്ട്. ഇതൊക്കെയാണ് അരുൺകുമാർ പറയുന്നത്. അത് തന്നെയാണ് ഈ ആദിശേഖർ എന്ന് പറയുന്ന 10ാം ക്ലാസ്സുകാരനായിരുന്ന വിദ്യാർത്ഥി ക്ഷേത്രമതിലിൽ ഈ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തിരുന്നു. ഇതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ കാറിടിച്ച് കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് പ്രതി പ്രിയരഞ്ജനെ എത്തിച്ചത് എന്നത് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് പ്രിയരഞ്ജൻ തന്നെ സമ്മതിക്കുകയും ഒപ്പം ഇപ്പോൾ ഈ ആദിശേഖരൻ പിതാവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ കുട്ടിയോട് പ്രിയരഞ്ജന് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. ആ വ്യക്തിവൈരാഗ്യത്തിനെ തുടർന്നാണ് ഇത്തരത്തിൽ കാറിടിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോയത് എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ CCTV അവിടെ ഒരു മൂന്നാം കണ്ണായി പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ, ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഇതിനെ വെറും ഒരു അപകട മരണമായി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു നിലയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് CCTV ദൃശ്യങ്ങളുടെയും ഒപ്പം ദൃക്സാക്ഷികൾ എന്ന് പറയുമ്പോൾ ആദിശേഖറിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള 3 പേരാണ്. ഈ 3 പേരും ആണ് ഈ ഒരു കാര്യം, അതായത് കാറിടിച്ച് ഈ ശരീരത്തിന് മുകളിലൂടെ കയറി പോവുകയും തുടർന്ന് ഇത്തരത്തിൽ ഈ കാർ ഇടിച്ച് പോയതിനു ശേഷം കാറ് ഡോർ തുറന്ന് പ്രിയരഞ്ജൻ പുറത്തിറങ്ങി നോക്കി, അതിനുശേഷം കാറെടുത്ത് പിന്നീട് മുന്നോട്ട് പോയി എന്നതടക്കമുള്ള മൊഴികൾ ഈ ആദിശേഖറിന്റെ സുഹൃത്തുക്കളാണ് പോലീസിന് നൽകിയത്. ഇവർ കോടതിയിലും ഇതേ മൊഴി ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ആദിശേഖർ. 2023 ഓഗസ്റ്റ് 30-നാണ് വൈകിട്ട് ആദിശേഖറിന്റെ വീടിന് സമീപത്താണ് ഇത്തരത്തിലുള്ളൊരു അപകടമുണ്ടായത്. ആദ്യഘട്ടത്തിൽ ഇത് വെറും ഒരു അപകട മരണമാണെന്ന് പറയുകയും പിന്നീട് അത് കൃത്യമായ രീതിയിലുള്ള അന്വേഷണത്തിലാണ് ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയത്. അതിന് നിർണായകമായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CCTVയും അതിനൊപ്പം തന്നെ ദൃക്സാക്ഷി മൊഴികളുമായിരുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിൽ പ്രിയരഞ്ജന ഈ കുട്ടിയോട് വ്യക്തിവൈരാഗ്യം ഉണ്ട് എന്നതടക്കമുള്ള മൊഴികൾ ഈ ബന്ധുക്കളൊക്കെ തന്നെയും നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഈ ഒരു ക്രൂര കൊലപാതകത്തിൽ ഇപ്പോൾ ശിക്ഷാവിധി ഉടനെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12:30 എന്തായാലും ശിക്ഷാവിധിയിന്മേലുള്ള വാദം സുലേഖയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.